नमस्ते। अरविंद चक्रवालम का नया दल में मैं आपको स्वागत देता हूँ। आज सितंबर 14, आज हिंदी दिवस है। हिंदी दिवस के मौके पर मैं आप सबको सामने इस विषय पर कुछ जानकारियाँ लेकर उपस्थित हूँ और आशा करता हूँ कि यह आप सबको अवश्य रोचक लगेंगे। हर वर्ष 14 दिसंबर को हिंदी दिवस के रूप में मनाया जाता है और इस सप्ताह को हिंदी पखवाड़ा कहा जाता है। पूरे विश्व में सबसे ज़्यादा बोली जाने वाली भाषाओं में से हिंदी 14 नंबर की भाषा है। आज़ादी मिलने के बाद देश में अंग्रेज़ी के बढ़ने उपयोग और हिंदी के बहिष्कार को देखते हुए हिंदी दिवस मनाने का निर्णय लिया है। 14 दिसंबर को 1949 को हिंदी को राजभाषा बनाया गया, परंतु गैर हिंदी राज्यों ने इनका बहुत विरोध किया, जिसके कारणवश अंग्रेज़ी को यह स्थान मिल गया और तब से लेकर आज तक हिंदी के स्वतंत्र विकास के लिए हिंदी दिवस मनाया जाता है और हर कार्यालयों और विद्यालयों में भी हिंदी विभाग बनाया गया है, जैसे हिंदी भारत की राष्ट्रभाषा बन गई। ഇന്ന് സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹിന്ദി ദിനാശംസകൾ നേരുന്നു. എന്തിനാണ് വർഷത്തിൽ ഒരു ദിവസം സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് ആയി ആഘോഷിക്കുന്നത്? അതായത് ഈ ദിവസം പൂർണ്ണമായും പൗരന്മാർ ഹിന്ദി ഭാഷ ഉപയോഗിക്കാതെ നമുക്ക് ഹിന്ദി പരിപൂർണമായിട്ടും എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കുകയില്ല. ജനങ്ങൾ പൂർണ്ണമായും ഹിന്ദി സംസാരിക്കുകയും പരസ്പരം ആശയം കൈമാറുന്നതിന് വേണ്ടിയിട്ട് എഴുതുന്നതിനും പറയുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ദിവസം ഹിന്ദി ദിവസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ ദിവസം എല്ലാവരും ഹിന്ദി കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ ഹിന്ദി ദിവസിൻ്റെ ഉദ്ദേശം. 1949 സെപ്റ്റംബർ 14 തീയതിയാണ് ഔദ്യോഗികമായി ഹിന്ദി ദിവസ് സെപ്റ്റംബർ 14 തീയതിയാണ് എന്ന് തീരുമാനിച്ചത്. ഗാന്ധിജി 1918 തന്നെ ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷ ഹിന്ദിയാക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പല തലത്തിലുമുള്ള സമ്മർദ്ദങ്ങൾ കാരണം ഇത് 1949 സെപ്റ്റംബർ 14 തീയതി മാത്രമേ ഹിന്ദി രാഷ്ട്രഭാഷയായി നമുക്ക് ലഭിച്ചുള്ളൂ. ഇത് ഇന്ത്യയുടെ ഭരണസഭ ഐകകണ്ഠേന തീരുമാനിക്കുകയും ചെയ്തു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 343 മുതൽ 348 വരെ മാതൃഭാഷയെക്കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. എന്നാൽ ഇതിൽ 341A പ്രകാരം 1953 സെപ്റ്റംബർ 14 തീയതി മുതൽ എല്ലാ വർഷവും നമ്മൾ ഹിന്ദി ദിവസ് സെപ്റ്റംബർ 14 തീയതി ആചരിച്ചു വരുന്നു. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെയെല്ലാം ഇംഗ്ലീഷിന് പുറമെ ഹിന്ദിയിലും എഴുതിയിരിക്കുന്നത് കാണാം. പൊതുമേഖലാ ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ കാണാം മാനേജറുടെ ക്യാബിന് മുമ്പിൽ മാനേജർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് താഴെ പ്രബന്ധക് എന്നും അക്കൗണ്ട് ഖാത്ത എന്നും പണം ഇടപാട് നടത്തുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നക്കത് ക്യാഷ് എന്നുമൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഹിന്ദിയുടെ പ്രമോഷൻ ഭാഗമായിട്ട് ഹിന്ദി രാഷ്ട്രഭാഷയായി അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇംഗ്ലീഷിലും ഹിന്ദിയിലും
ആ സംസ്ഥാനത്തിലെ മാതൃഭാഷയിലും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ഈ 3 ഭാഷകളിലും എഴുതിയിരിക്കുന്നതായി കാണാം. അതിൽ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ടാവും. അതിനു പുറമെ മാതൃഭാഷയിലും എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി. ഹിന്ദിക്ക് അതിൻ്റേതായ സ്ഥാനം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ആഹ്വാനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഹിന്ദി ദിവസവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും ഉത്തരം അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാരത് में सर्वाधिक लोगों द्वारा कौन सी भाषा बोली जाती है? ഭാരതത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? അതെ, എല്ലാവർക്കും ഉത്തരം അറിയാം, ഹിന്ദിയാണ്. ഹിന്ദിയുടെ ലിപി എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ലിപികൾ ഉണ്ടായിരിക്കും. ലിപികളുള്ള ഭാഷയെ ഭാഷ എന്നും ലിപി ഇല്ലാണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഷകൾ ഉപഭാഷ എന്നും ആണ് പറയുക. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൻ്റെ ലിപി എന്ന് പറയുന്നത് റോമനാണ്. അപ്പോൾ ഹിന്ദി ഭാഷ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി ലിപിയാണ്. അതായത് ഒരു വരയും ആ വരയുടെ താഴെ അക്ഷരങ്ങൾ തൂങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള രീതിയിൽ വരുന്നതിനാണ് ദേവനാഗരി ലിപി എന്ന് പറയുന്നത്. ലോക ഭാഷകളുടെ സംഘടനയായ എത്നോളജി പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 3ാമത്തെ ഭാഷയാണ് ഹിന്ദി. संविधान के किस अनुच्छेद के आधार पर हिंदी भारत की राष्ट्रभाषा है? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ഹിന്ദി രാഷ്ട്രഭാഷയാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 343(1). ഹിന്ദി ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ ഭാഷകളെക്കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ 343(1) പ്രകാരമാണ് ഹിന്ദി ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭാരത് കെ പ്രഥം രാഷ്ട്രകവി കോൻ ഹെ? ഭാരതത്തിലെ 1ാമത്തെ രാഷ്ട്രകവി എന്നറിയപ്പെടുന്നത് ആരാണ്? മൈഥിലി ശരൺ ഗുപ്ത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഹിന്ദി വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദി വിഷയ पर सबसे पहले ज्ञानपीठ पुरस्कार पाने वाले कौन थे? ഹിന്ദി വിഷയത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹിന്ദിയിലെ പ്രശസ്തനായ കവി സുമിത്രാനന്ദൻ പന്ത് ആണ് ആദ്യമായി ഹിന്ദി ഭാഷയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. विश्व में सर्वाधिक भाषाएं किस देश में बोली जाती है? ലോകത്തിലെ ഏത് രാജ്യത്താണ് വ്യത്യസ്തമായ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന രാജ്യം? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ വ്യത്യസ്തമായ ഭാഷകളും ഉപഭാഷകളും സംസാരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലിപികളുള്ള ഭാഷയെ പ്രധാന ഭാഷ എന്നും ലിപികളില്ലാതെ സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഭാഷയെ ഉപഭാഷ എന്നും പറയുന്നു. ആ ഉപയോഗിക്കുന്ന ഉപഭാഷ ഏത് ഭാഷയിലെ ലിപി ഉപയോഗിച്ചിട്ടാണോ ഉപയോഗിക്കുന്നത് ആ ഭാഷയുടെ ഉപഭാഷ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനോടൊപ്പം തന്നെ
ഹിന്ദി ഭാഷയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഹിന്ദി ഭാഷയ്ക്ക് എങ്ങനെയാണ് ഹിന്ദി എന്നുള്ള പേര് വന്നത്? ഹിന്ദി ഭാഷയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? ഹിന്ദി ഭാഷയ്ക്ക് ആ പേര് വന്നത് സിന്ധു നദീതട തീരത്ത് താമസിച്ചിരുന്ന ആളുകൾ ഹിന്ദി ഭാഷയാണ് സംസാരിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. പേർഷ്യൻ വാക്കായ ഹിന്ദ് എന്നിൽ നിന്നാണ് ഹിന്ദി എന്നുള്ള പേര് വന്നത്. ഹിന്ദ് എന്ന വാക്കിൻ്റെ അർത്ഥം സിന്ധു നദീതട പ്രദേശം എന്നാണ് അർത്ഥം. ഹിന്ദി ഭാഷയുടെ പ്രായം ഈ സിന്ധു നദീതട തീരവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഏകദേശം 1000-ഓളം വർഷം പഴക്കം ഹിന്ദി ഭാഷയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദി ഭാഷ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിന്ദിയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഉദന്ത് മാർത്താണ്ഡ് ആണ്. ഹിന്ദിയിലെ ആദ്യ ഉപന്യാസം പരീക്ഷാ ഗുരു. ആദ്യ മഹാകാവ്യം പൃഥ്വിരാജ് രാസോ. ഹിന്ദിയിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചന്ദ്രബർ ദായി. ഹിന്ദി ഭാഷയിൽ ആദ്യമായി പുറത്തിറങ്ങിയ ചലച്ചിത്രം രാജ ഹരിശ്ചന്ദ്ര. ഹിന്ദി ഭാഷയിലെ ആദ്യ ബാലസാഹിത്യകാരൻ ശ്രീധർ പാഠക്. ആദ്യമായി വിശ്വ ഹിന്ദി സമ്മേളനം നടന്നത് 1975 നാഗ്പൂരിൽ ആണ്. ഇനി ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകുന്നത് നമ്മുടെ സ്കൂളിലെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ജയശ്രീ ടീച്ചർ. നമസ്കാരം. അറിവിൻ്റെ ചക്രവാളം എന്ന നമ്മുടെ സ്കൂളിൻ്റെ പരിപാടി ഇപ്പോൾ 35ഓളം എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുകയാണ്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭരണഭാഷയാണ്. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ഹിന്ദി പ്രചാര സഭകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഭാഷയ്ക്കും ഒരു ചരിത്രം ഉണ്ട്. ഹിന്ദി ഭാഷ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി തുടങ്ങിയവയൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് രസകരമായ കാര്യമാണ്. കുട്ടികൾ അതിന് ശ്രമിക്കുമല്ലോ. എല്ലാവർക്കും ഹിന്ദി ദിന ആശംസകൾ.